BCOC 131-ന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ട് ആണിത്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹയർ പർച്ചേസ് സിസ്റ്റവും അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റവും തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കണം. അതായത് ഈ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ഇല്ലേ, EMI ഇല്ലേ, ആ സംഭവമാണ് എന്ത് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് പർച്ചേസ് സിസ്റ്റം എന്താ, അതും എന്താണ് EMI തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ എന്താ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ. ഓക്കെ, ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഓണർഷിപ്പ് ഓഫ് ദി അസറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദി ബയർ ഓൺലി ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ബയ്യറിന് ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ആ അസറ്റിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അഥവാ ലാസ്റ്റ് EMI പേയ്മെൻറ്റ് അടക്കുമ്പോഴാണ് മാത്രമാണ് എന്ത് ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ബൈക്ക് പർച്ചേസ് ചെയ്യുന്നു, 1,00,000 രൂപയാണ് ബൈക്കിൻ്റെ പ്രൈസ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 വർഷത്തെ EMI ആയിട്ടാണ് എടുക്കുക എന്ന് കരുതുക. അതായത് ഒരു വർഷം 20,000 രൂപ വച്ചിട്ടാണ് എന്ത് EMI വരുന്നത്. ഓക്കെ, നമ്മൾ ഇത് വാങ്ങുന്നത് ഫസ്റ്റ് ഇയറിലല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബൈക്ക് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതിലെ ഓണർഷിപ്പ് കിട്ടുമോ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ? ഇല്ല. അത് കിട്ടുന്നത് എപ്പോഴായിരിക്കും? 5ാമത്തെ വർഷം ലാസ്റ്റത്തെ ആ 20,000 EMI പേയ്മെൻറ്റ് അടക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ പേരിലോട്ട് ആ വണ്ടി മാറ്റിത്തരിക. ഇതൊരു എക്സാമ്പിളാണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്ന ടൈമിലായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നത്. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ ഓണർഷിപ്പ് ഓഫ് ദി അസറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദി ബയ്യർ ഇമ്മീഡിയറ്റ്ലി അപ്പോൺ സൈനിങ് ദ കോൺട്രാക്റ്റ്. അതായത് നമ്മൾ ഇത് ബൈക്ക് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോൺട്രാക്റ്റ് വെക്കില്ലേ, ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ബയ്യറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഡിഫറൻസ്. റിസ്ക് ആൻഡ് റിവാർഡ് അവിടെ നിൽക്കട്ടെ. ഇനി ഇത് നോക്കാം, ഇൻസ്റ്റാൾമെൻറ്റ് ഡിഫോൾട്ട് കോൺസിക്വൻസ്. അതായത് നമ്മൾ EMI അടക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണ്, അതായത് ഡിഫോൾട്ട് വരുത്തുകയാണ്, അതായത് ഫെയിൽ ആവുകയാണ്, നമ്മൾ EMI അടക്കാൻ എന്ത് ചെയ്യുന്നു, വിട്ടുപോകുന്നു. ഇഫ് ദി ബയ്യർ ഡിഫോൾട്ട് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് ദി സെല്ലർ ക്യാൻ റീപൊസസ് ദ അസറ്റ്. അതായത് ബയ്യർ എന്തെങ്കിലും തരത്തിലുള്ള ആ ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഇത് വിറ്റ സെല്ലറിന് എന്ത് ചെയ്യാൻ സാധിക്കും? റീപൊസസ് ചെയ്യാൻ സാധിക്കും. അതായത് ആ അസറ്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കും. ബൈക്കാണെങ്കിൽ ആ ബൈക്ക് അവരെന്ത് ചെയ്യും, തിരിച്ചെടുക്കും. കാരണം ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിലാണ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലുള്ളത്. പ്രീവിയസ് പേയ്മെൻറ്റ് എന്ത് ചെയ്യും, ഇതിനു മുമ്പ് അതായത് നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് അടച്ചിട്ടുണ്ട്. അതായത് ഈ എക്സാമ്പിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, 5 വർഷം പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ 5 വർഷത്തിൽ ആദ്യത്തെ 1 വർഷം അടച്ചു, 2ാമത്തെ വർഷം അടച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു, ആ 2ാമത്തെ വർഷം ബൈക്ക് പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെയെങ്കിൽ ആ ആദ്യത്തെ വർഷം അടച്ച എമൗണ്ടില്ലേ, പ്രീവിയസ് പേയ്മെൻറ്റ് എന്ത് ചെയ്യും, ട്രീറ്റഡ് ആസ് ഹയർ ചാർജസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് തിരിച്ചൊന്നും കൊടുക്കില്ല, വണ്ടിയും പോകും, ക്യാഷും പോകും. മനസ്സിലായോ? ഇനി ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണത്? ഇഫ് ദ ബയ്യർ ഡിഫോൾട്ട് ദി സെല്ലർ കനോട്ട് റീപൊസസ്. അതായത് ബയ്യർ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചില്ല, അങ്ങനെയെങ്കിൽ സെല്ലറിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, റീപൊസസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റം പ്രകാരം നമ്മുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ബയ്യറിൻ്റെ കയ്യിലാണ്, സെല്ലറിൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അത് റീപൊസസ് ചെയ്യാൻ സാധിക്കില്ല അസറ്റ്. പക്ഷേ മേ ടേക്ക് ലീഗൽ ആക്ഷൻ ടു റിക്കവർ ദി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. നമുക്ക് വണ്ടിയൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് തരാൻ ഇനി എത്ര രൂപ തരാനുണ്ട്, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ആ തരാനുള്ള എമൗണ്ട് ലീഗൽ ആക്ഷൻസ് പ്രകാരം റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി ഈ കോൺട്രാക്റ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഹയർ എഗ്രിമെൻറ്റ് വിത്ത് ആൻ ഓപ്ഷൻ ടു പർച്ചേസ് അറ്റ് ദി എൻഡ് ഓഫ് ദി എഗ്രിമെൻറ്റ്. ഇത് എന്ന് പറയുന്നത് എന്താ, ഒരു ഹയർ എഗ്രിമെൻ്റ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി എഗ്രിമെൻറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്,
ഇതിൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടത് എന്ത് ടൈപ്പ് കോൺട്രാക്റ്റാണ്, ഹയർ എഗ്രിമെൻ്റ് ആണ്. ഇനി ഇവിടെ വരുമ്പോൾ എന്താ, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസിലോട്ട് വരുന്ന സമയത്ത് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസിലോട്ട് വരുന്ന സമയത്ത് എന്താ, ഇത് സെയിൽ എഗ്രിമെൻ്റ് ആണ്. ഇവിടെ ഹയർ എഗ്രിമെൻ്റ് ആണ്, ഇവിടെ സെയിൽ എഗ്രിമെൻ്റ് ആണ്. വേർ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ദി ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദി അസറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബയേഴ്സ് ബുക്ക്. ബയേഴ്സ് ബുക്കിൽ എന്ത് ചെയ്യില്ല, അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് ആരുടെ കയ്യിലാണ്, സെല്ലറിൻ്റെ അടുത്താണ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ എന്തില്ല, ബയ്യറിൻ്റെ കയ്യിൽ അസറ്റായിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ബയ്യറിൻ്റെ ബുക്കിൽ അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യരുത്, നോട്ട് റെക്കോർഡഡ് ആണ്. അൺടിൽ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്, അതായത് നമ്മൾ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യരുത്, ബയ്യറിൻ്റെ ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യരുത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ ഈസ് നോട്ട് ചാർജ്ഡ് ബൈ ദി ബയ്യർ. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് ആരാ, ബയ്യർ അല്ല. ഓക്കെ, ഇനി ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് കേസിലാണെങ്കിൽ, നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കേസിലാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബയ്യറിൻ്റെ ബുക്കിൽ എന്ത് ചെയ്യുക, അസറ്റ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡിപ്രിസിയേഷനും ചാർജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെ, ഇൻട്രസ്റ്റ് ഈസ് ചാർജഡ് ഓൺലി ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഓഫ് ദി പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണത് എങ്ങനെയാണ്, ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ മുകളിലാണ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാണ് അതിൻ്റെ മുകളിൽ മാത്രം. അതായത് നമ്മുടെ എക്സാമ്പിൾ പ്രകാരം നമ്മൾ 1 ലക്ഷം രൂപക്കല്ലേ ബൈക്ക് മേടിച്ചത്, 5 വർഷത്തെയാണ്. ഓക്കെ, 5 വർഷത്തെയാണ് എന്ന് കരുതുക. നമുക്ക് അറിയാം ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ബാങ്കിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ബൈക്കാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ EMI ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നത് എത്രയാണ്, 20,000 ഫസ്റ്റ് കൊടുക്കും, ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 20,000 കൊടുക്കുകയാണ്. ഇതിലെന്തുണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ പലിശയുണ്ട്, അതുപോലെ മുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കൊടുക്കേണ്ട എത്ര രൂപയാണ്, സെക്കൻഡ് ഇയറിൽ 80,000 കൊടുക്കണം. ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യണത് 8,000 ആണ് എന്ന് കരുതുക. ഓക്കെ, എടാ ഇത് എന്ന് പറയുന്നത് എന്താ, ബൈക്കിൻ്റെ എമൗണ്ട് അല്ലേ. എക്സാമ്പിളൊന്നും കാര്യമാണ്, ജസ്റ്റ് മനസ്സിലാക്കുന്ന രീതിയിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റും മുതലും കൂടി ഒരു 20,000 ഉണ്ട് എന്ന് കരുതുക. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ ബാലൻസ് എമൗണ്ടില്ലേ ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. അതായത് നമ്മൾ ഇനി എത്ര രൂപ കൊടുക്കാനുണ്ട്, 80,000 കൊടുക്കാനുണ്ട്, 10% ഇൻട്രസ്റ്റ് എന്ന് കരുതുക. അപ്പോൾ 80,000ൻ്റെ 10% എത്രയാണ്, 8,000. അതായത് ബാലൻസിൻ്റെ മുകളിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഹയർ പർച്ചേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിലാണെങ്കിൽ ടോട്ടൽ എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ബാലൻസ് എമൗണ്ടിലല്ലേ, ഇങ്ങനെ ഞാൻ ചെയ്യില്ല. ഇത് ചെയ്യുന്നത് എപ്പോഴാണ്, ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിലാണ് ഞാൻ എന്ത് ചെയ്യും, ഈ വണ്ടിയുടെ ശരിക്കുള്ള തുക, മേടിച്ചപ്പോൾ ഉള്ള തുക 1 ലക്ഷം, ഇതിൻ്റെ 10% 10,000. എല്ലാ വർഷവും ഈ 10,000 രൂപ വേണം ഞാൻ കൊടുക്കാൻ. ഇനി ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണെങ്കിൽ എന്താ, ഇത് കൊടുത്തു, ഇനി 3ാമത്തെ വർഷം 72,000 ബാക്കിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ 10% ഞാൻ കൊടുക്കും. അപ്പോൾ ഇത്രയും കൊടുത്താൽ മതി. പക്ഷേ എന്നാലും 3rd ഇയറിൽ ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ ഞാൻ എത്ര തന്നെ കൊടുക്കണം, 10,000 തന്നെ കൊടുക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് നോക്കുന്ന സമയത്ത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിനാണ് ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ് എ പാർട്ട് ഓഫ് ഹയർ ചാർജ്. ഹയർ ചാർജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിനെയാണ് ഹയർ ചാർജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എ പാർട്ട് ഓഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് സംഭവം ഉദ്ദേശിക്കുന്നത് എന്താ, ഇൻസ്റ്റാൾമെൻറ്റ് കമ്പോണൻറ്റ് എന്താണ്, അതായത് 10,000 രൂപ നമുക്ക് കൊടുക്കാനുണ്ട്, അതാണ് നമ്മുടെ EMI എന്ന് കരുതുക. ഇതിലെന്തുണ്ട്, 8,000 രൂപ മുതൽ ഉണ്ട്, അതായത് മുതൽ എമൗണ്ട് ഉണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്. ബാക്കി 2,000 ആയിരിക്കും ഇൻട്രസ്റ്റ്. ഇതാണ് കമ്പോണൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ചെയ്ത് കാണിച്ചു.
ഇനി ഇതിലെങ്ങനെയാണ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ് എ പാർട്ട് ഓഫ് ദ പ്രിൻസിപ്പൾ ആൻഡ് ഇൻട്രസ്റ്റ് സെയിം അതേ രീതിയിൽ തന്നെ. ഇനി ലീഗൽ ഓണർഷിപ്പ് വിത്ത് റിമെയിൻ. ഈ ലീഗൽ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും? സെല്ലറുടെ കയ്യിലായിരിക്കും. കാരണം എന്ത് ചെയ്യുന്നില്ല? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് വരെയാണ്. അൺടിൽ ഓൾ ദ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ പെയ്ഡ്. ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്ത് തീർക്കണ വരെ മാത്രമാണ് സെല്ലറിൻ്റെ കയ്യിൽ ലീഗൽ ഓണർഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ് ബയ്യറിന് കിട്ടും. ഇനി ഇത് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ ലീഗൽ ഓണർഷിപ്പ് പാസസ് ടു ദി ബയ്യർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ്. അത് നമുക്കറിയാലോ. കാരണം എന്താ? ഇത് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റം അല്ലേ. നമ്മുടെ എന്ത് ചെയ്യും? ലീഗൽ ഓണർഷിപ്പ് ബയ്യറിലോട്ട് പാസ് ചെയ്യും. ഇനി ഡൗൺ പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ് എന്താ? ഡൗൺ പേയ്മെൻറ്റ് ആവശ്യമുള്ളത്. ഡൗൺ പേയ്മെൻറ്റ് ഈസ് യൂഷ്വലി റിക്വയർഡ് അറ്റ് ദ ടൈം ഓഫ് എൻറ്റർ ഇൻ ദ കോൺട്രാക്റ്റ്. നമ്മൾ എഗ്രിമെൻറ്റിലോട്ട് എൻറ്റർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഹയർ എഗ്രിമെൻറ്റിൽ അത് ഉണ്ട്, അത് റിക്വയർഡ് ആണ്, ആവശ്യമാണ്. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് മേ ഓർ മേ നോട്ട് ബി റിക്വയർഡ്. ചിലപ്പോൾ ആവശ്യം വരാം, ചിലപ്പോൾ ആവശ്യം വരില്ല. അത് എന്താണ്? എഗ്രിമെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, ടേംസ് ഓഫ് ദ എഗ്രിമെൻറ്റില്ല. ഇനി റീപേയ്മെൻറ്റ് ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ്? ഇത് ലെക്സ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഇഫ് ദി ബയ്യർ വിഷസ് ടു ടെർമിനേറ്റ് ദി എഗ്രിമെൻറ്റ് ദേ മസ്റ്റ് റിട്ടേൺ ദി അസറ്റ്. അതായത് എന്താ? നമുക്ക് ബയ്യറിന് എന്ത് ചെയ്യണം? എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യണം, അതായത് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇവർ എന്ത് ചെയ്യണം? ആ അസറ്റ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഇനി ഈ കേസിലോട്ട് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ മോർ ഫ്ലെക്സിബിലിറ്റി ആണ്. കാരണം ബയ്യർ ഓൺ ദി അസറ്റ്, ബയ്യർ തന്നെയല്ലേ ആ അസറ്റ് ഓൺ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുമ്പോൾ തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബയ്യറാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇയാൾക്ക് തോന്നുമ്പോൾ ഇത് വിൽക്കാം, ഡിസ്പോസ് ചെയ്യാം, ഈവൻ ബിഫോർ പേയിങ് ഓൾ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്കത് വിൽക്കാൻ സാധിക്കും. പക്ഷേ ഈ കേസിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം? ആ എഗ്രിമെൻറ്റ് ഫുൾ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കത് വിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെല്ലറിൻ്റെ കയ്യിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പോയിന്റ് പെട്ടെന്ന് വിട്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. റിസ്ക് ആൻഡ് റിവാർഡ് എന്ന് പറയുന്നത്. ദ റിസ്ക് ആൻഡ് റിവാർഡ് ഓഫ് ദ ഓണർഷിപ്പ് റിമെയിൻ വിത്ത് ദി സെല്ലർ. ആരുടെ അടുത്താണ് റിസ്ക്കും റിവാർഡും ഉള്ളത്? അൺടിൽ ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. അവസാനത്തെ ആ ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ് ചെയ്യുന്നത് വരെയും ഇതിൻ്റെ എല്ലാ റിസ്ക്കും വഹിക്കുന്നത് ആരാണ്? ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ സെല്ലറാണ്. കാരണം എന്താ? ഈ ഓണർഷിപ്പ് ഇവരുടെ കയ്യിലല്ലേ. ആ ഗുഡ്സ് നശിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? സെല്ലറിനാണ്. പിന്നെ ഇപ്പം എന്തൊരിതാ, 5 വർഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബൈക്ക് നമ്മൾ മേടിക്കുന്നുണ്ട്. ആദ്യത്തെ 3 വർഷം വരെയും എന്താണ്? ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം 5 വർഷം കഴിഞ്ഞാലാണ് ബയ്യറിലോട്ട് അത് പാസ്സാവുകയുള്ളൂ. പക്ഷേ ഈ 3-ാമത്തെ വർഷം എന്ത് ചെയ്യുന്നു? ഈ ഗുഡ്സ് നശിഞ്ഞു പോവുകയാണ്, ഗുഡ്സ് ഡെസ്ട്രോയ് ആയ. അപ്പോൾ ഇനി 2 വർഷത്തെ എമൗണ്ട് കിട്ടാനില്ല. ഇത് ഇനി നശിഞ്ഞു പോയ ഗുഡ്സിൻ്റെ ആരെങ്കിലും തിരിച്ചടക്കും. അപ്പോൾ ഈ സെല്ലറിന് എന്താ? ഒരു റിസ്ക് അല്ലേ അത്? ഓക്കെ, അതുപോലെ എന്താ? റിവാർഡും ഇല്ലേ? റിസ്ക് മാത്രമാണോ? അല്ല, റിവാർഡും ഉണ്ട്. ഇൻ കേസ് ഈ സെല്ലർ എന്ത് ചെയ്യുന്നു? ഇത് EMI ഒന്നും അടക്കല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? റീപ്രൊസസ് ചെയ്യും, ഗുഡ്സ് പിടിച്ചെടുക്കും. അപ്പോൾ ഈ അസറ്റ് ആർക്ക് കിട്ടും? സെല്ലറിന് കിട്ടും. ഇത് കൂടാണ്ട് ഇതുവരെ അടച്ച ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവില്ല. ഇതുവരെ അടച്ച ഇൻസ്റ്റാൾമെൻറ്റ് ഇവരുടെ കിട്ടും. ഇതൊരു റിവാർഡാണ്. ഓക്കെ, ഇനി ഈ കേസിൽ റിസ്ക് ആൻഡ് റിവാർഡ് ട്രാൻസ്ഫർ ടു ദി ബയ്യർ. റിസ്ക്കും റിവാർഡും ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കാം ബയ്യറിന്. കാരണം എന്താ? ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ സിമ്പിളായിട്ട് ഇതുവരെ ഉള്ളതൊന്ന് സമ്മറൈസ് ചെയ്യാം. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ എന്താടാ? നമ്മുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്ത ആ ഇൻസ്റ്റാൾമെൻറ്റ് മൊത്തം അടച്ചു തീർക്കണം. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗുഡ്സ് വാങ്ങുന്ന ടൈമിൽ തന്നെ, ഒരു അസറ്റ് വാങ്ങുന്ന ടൈമിൽ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് ബയ്യറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് സെക്ഷനിൽ കാണാം.